കൈയിട്ടുവാരലോ എന്നാണ് ചോദ്യം. കൈയിട്ടുവാരലോ എന്ന ചോദ്യത്തിന് ഒന്നാന്തരം കൈയിട്ടുവാരലാണെന്ന് മാത്രമല്ല, ഇവരെ പലിശ സഹിതം ഈ പണം തിരിച്ചുപിടിക്കുക മാത്രമല്ല, ഇവരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയോ ഡീമോട്ട് ചെയ്യുകയോ വേണം എന്നുള്ളതാണ് എൻ്റെ നിലപാട്. 1458 സർക്കാർ ജീവനക്കാരാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നത്. സാധാരണക്കാരായ മനുഷ്യരെ സംരക്ഷിച്ചു പിടിത്താൻ വേണ്ടി സർക്കാർ കൊണ്ടുവന്ന ഒരു ക്ഷേമ പദ്ധതിയാണ് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. ആ സാമൂഹ്യ സുരക്ഷാ പെൻഷനിലെ 1600 രൂപ മറ്റൊരു വഴിയുമില്ലാതെ ഈ പെൻഷൻ വരുമ്പോൾ മാത്രം അതിൻ്റെ പകുതിയിലേറെ, ഒരുപക്ഷെ അത്രയും തന്നെ വീണ്ടും ചികിത്സാ ചെലവിന് വേണ്ടി മാറ്റിവെക്കേണ്ടി വരുന്ന അമ്മമാരെയും അച്ഛന്മാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ആ 1600 രൂപ വാങ്ങിയവരുടെ ലിസ്റ്റ് ഇന്ന് പുറത്തു വന്നപ്പോൾ നമ്മളെല്ലാവരും ഞെട്ടിപ്പോയി. അതിൽ 2 പേര് കോളേജ് അധ്യാപകരാണ്. ആരും വിളിച്ചില്ലല്ലോ, എനിക്ക് തോന്നിയതായിരിക്കും. പോട്ടെ. ഈ 2 കോളേജ് അധ്യാപകരുടെയും ശരാശരി ശമ്പളം എന്ന് പറയുന്നത് മാസം 85,000-നും 95,000-നും ഇടയിലാണ്. അവർ മാത്രമല്ല കേട്ടോ, 3 ഹയർ സെക്കൻഡറി അധ്യാപകരുണ്ട്. അങ്ങനെ അങ്ങോട്ട് പോയാലോ? വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരിൽ, അതിൽ അധ്യാപകരും ജീവനക്കാരും അടക്കമുള്ള വകുപ്പിൽപ്പെട്ടവരാണ് 224 പേര്. ആരോഗ്യ വകുപ്പ് 373 പേർ. അതിൽ ഡോക്ടർമാരുടെ കാറ്റഗറിയിൽ നിന്ന് താഴെ തുടങ്ങി ഉള്ള ജീവനക്കാരാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ടൊരെത്തും പിടിയും കിട്ടുന്നില്ല. അസിസ്റ്റന്റ് പ്രൊഫസർമാർ, ഹയർ സെക്കൻഡറി അധ്യാപകർ, ആരോഗ്യ വകുപ്പ്, ദെൻ എഡ്യൂക്കേഷൻ, ഹയർ മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, കണ്ടാ നല്ല കുടുംബക്കാർ അന്തസ്സുള്ളവർ, പൊതുമരാമത്ത് വകുപ്പിൽ 47 പേര്, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ 46 പേര്, ഹോമിയോപ്പതിയിൽ 41, കൃഷി റവന്യൂ 35. ഇനി ഒരു കൗതുകകരമായ ഒരു കണക്കുണ്ട് കേട്ടോ. ജുഡീഷ്യറി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് വകുപ്പ്, സാമൂഹിക നീതി ഉറപ്പാക്കേണ്ട വകുപ്പിലും ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട വകുപ്പിലും 34 പേര്. ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിൽ 31 പേര് എന്നിങ്ങനെയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരുടെ നീണ്ട പട്ടിക. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. കാരണം ആ പണം ആർക്കുള്ളതാണ് എന്നത് ഒരു നിമിഷം ആലോചിച്ചിരുന്നെങ്കിൽ അവർക്കിത് ചെയ്യുവാൻ കഴിയുമായിരുന്നില്ലെന്നാണ് എൻ്റെ ടേക്ക്. അതുകൊണ്ട് കൈയിട്ടുവാരൽ തന്നെയാണ്. പെൻഷൻ മുടങ്ങിക്കിടക്കുന്നതിന്റെ ആവലാതികൾ ഒരു ഭാഗത്ത് ഉയരുമ്പോഴാണ് അർഹതയില്ലാത്ത പെൻഷൻ സ്വന്തം സുരക്ഷിതത്വത്തിനായി 1600 രൂപ വീതം ഇങ്ങനെ തട്ടിയെടുത്തുകൊണ്ടേയിരിക്കുന്നത്. നീ എന്നെ അങ്ങനെ ചെറുതാക്കാൻ നോക്കണ്ട. ശരിക്കും ഇവരുടെ പട്ടിക പുറത്തുകൊണ്ട് 1458 പേരല്ലേ ഉള്ളൂ. ഈ SSLC +2 ഫലമൊക്കെ നേരത്തെയൊക്കെ പത്രങ്ങളിലൊക്കെ പ്രസിദ്ധീകരിക്കുന്നത് പോലെ പൂർണ്ണമായും ഈ 1458 പേരുടെ പേരും ചിത്രവും അടക്കം പ്രസിദ്ധീകരിക്കണോ എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. വാർദ്ധക്യ പെൻഷൻ കൊടുക്കുന്നത് 60 വയസ്സിന് മുകളിൽ, അവിവാഹിതർക്കുള്ള പെൻഷൻ 50 വയസ്സിന് മുകളിൽ, കർഷക തൊഴിലാളി പെൻഷൻ ആണെങ്കിൽ 60 വയസ്സിന് മുകളിൽ. ഈ 56 ഇപ്പോഴത്തെ പെൻഷൻ പരിധി എന്ന് പറയുന്നത്. 56 വയസ്സിന് താഴെയുള്ള ഈ സർക്കാർ ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് ഈ ക്ഷേമ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെടുന്നത്? ഈ 1458 പേരും അവിവാഹിതരാണോ? അതായത് വിവാഹം കഴിക്കാത്തവർക്കുള്ള 50 വയസ്സിന് മുകളിലുള്ള പെൻഷൻ വാങ്ങുകയാണോ അവർ? ഈ വാങ്ങിക്കുന്നവരെല്ലാം 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണോ? ഏത് കാറ്റഗറിയിലാണ് ഇവർ പെൻഷൻ അർഹത നേടിയത്? അതൊരു വലിയ കുറ്റകൃത്യമാണ്, ഒരു ക്രൈമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടല്ല. എല്ലാ വകുപ്പുകളിലും പെട്ട ജീവനക്കാരുണ്ട് ഇതിനകത്ത്. ഹോമിയോപ്പതി, ആയുർവേദം, കൃഷി, റവന്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറഞ്ഞ സോഷ്യൽ ജസ്റ്റിസ് വകുപ്പ്, എല്ലാ വകുപ്പുകളിലും പെട്ടിട്ടുള്ള 1458 പേരാണ് ഈ പണം കൈപ്പറ്റിയിരിക്കുന്നത്. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. അപ്പോൾ എങ്ങനെ അത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചൊരു വലിയ അന്വേഷണം സർക്കാർ നടത്തേണ്ടതുണ്ട്. വല്ലതും കിട്ടിയോ? ഭാഗ്യത്തൊന്നും കിട്ടിയില്ല, എല്ലാം മിസ്സായി.